ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുള്ളത് അലൈനിലാണ്. ശിവയുടെയും ലക്ഷ്മിയുടെയും വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തത് ആ കാണുന്ന മലയിൽ, ആ മലയിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഈ നടന്നു പോകുന്നത്. അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മല. അവരതിനെ ടോപ്പ് ഓഫ് ദി അലൈൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊക്കെ ചെന്ന് നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ. അപ്പോൾ ഈ മലയിലേക്ക് കയറാൻ 2 തരം വഴികളുണ്ട്. ഒന്ന് സ്റ്റെപ്പായിട്ട് കയറുന്നതുണ്ട്, പിന്നെ അതുപോലെ വണ്ടി കയറാൻ വേണ്ടി റോഡും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ അവിടെ എന്താ പറയുക, വണ്ടികൾ കയറ്റുന്നില്ല. അതുപോലെ ബാർബിക്യൂ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു. അതൊന്നും ഇപ്പോൾ ചെയ്യിക്കുന്നില്ല. കാരണം ഈ മലയ്ക്ക് എന്തോ ചെറിയൊരു വിള്ളലോ അങ്ങനെ എന്തൊക്കെയോ വന്നപ്പോൾ പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തി. ഇങ്ങനെ ആൾക്കാർക്ക് അവിടെ പോയി വർത്തമാനം പറയാനും അതുപോലെ അവിടെ പോയി കാഴ്ചകൾ കാണാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ മുന്നേ ഒത്തിരി പേരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, ആൾക്കാർ വന്നും തോന്നുന്നുണ്ട്. ഇതാണ് ആ മലയുടെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച കേട്ടോ. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ആ കാണുന്ന ഒരു സ്റ്റേഡിയം അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ട് അവിടുത്തെ കാഴ്ച കാണാൻ. അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. പിന്നെയുള്ളത് ഇതാ ഈ ഭാഗമാണ്. ഇവിടെ ചുറ്റും മതിലുണ്ട്, കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് വന്ന് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. നല്ല തണുപ്പുണ്ട് കേട്ടോ, അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതാ ഈ കാണുന്ന മലയുടെ മുകളിലാണ് ഏണസ്റ്റ് ഇപ്പോൾ കയറിയിരിക്കണേ. ഏണസ്റ്റ് കയറിയിരിക്കണ കണ്ടിട്ട് ഇതാ കുര്യപ്പം പതുക്കെ ഇതാ കയറി പോകുന്നുണ്ട്. കയറി പോകാനൊന്നും കുഴപ്പമില്ല, പക്ഷേ അവിടുന്ന് തിരിച്ചിറങ്ങാനാണ് വിഷമം. അപ്പോൾ കുര്യപ്പനെ മെല്ലനെ അവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏണസ്റ്റിന് കയറിയിരിക്കാൻ കറക്റ്റായിട്ടൊരു സ്ലോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാർ കയറിയിരിക്കാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവ അവിടെ കയറി ഇരുന്നിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മോനെ ഇറങ്ങിക്കോന്ന് പറഞ്ഞപ്പോൾ പതുക്കെ അങ്ങോട്ട് മെല്ലനെ ഇറങ്ങിപ്പോന്നു. അപ്പോഴാണ് നമ്മുടെ ഷാർജ ടീം ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ മാർട്ടിൻ ചേട്ടനും ഷാലറ്റും പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ കയറണം കണ്ടപ്പോൾ അവർക്കും ഒരു ആകാംക്ഷ അതിൻ്റെ മുകളിലേക്ക് കയറണമെന്ന്. അപ്പോൾ അങ്ങനെ പിള്ളേരെല്ലാവരും കൂടി പതുക്കെ പൊത്തിപ്പിടിച്ച് കയറാൻ തുടങ്ങി.
അങ്ങനെ അവരുടെ കയറലും മറങ്ങലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് തിരിച്ചിട്ടു. കാരണം അതല്ല, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇനി പതുക്കെ വീട്ടിലോട്ട് തിരിക്കാം എന്നുള്ള പരിപാടി. അപ്പോൾ നമ്മൾ പോകുമ്പോൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് വന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ റോട്ടിൽ കൂടെയാണ് കേട്ടോ വരണേ. റോട്ടിൽ കൂടെ ഇറങ്ങാൻ നല്ല സുഖം, ഇറക്കുമല്ലേ. അപ്പോൾ പിള്ളേർ പിടിപിടിപിടൂന്ന് വെച്ചിട്ട് ഓടിയിട്ടാണ് അവരിറങ്ങിപ്പോകുന്നത്. അവരെല്ലാവരും കൂടി ഓടാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് റെഡി 1 2 3 സ്റ്റാർട്ട് എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായാലും വ്യൂ കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ വഴിയൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈ വഴി ഒന്ന് കയറി നോക്കണം കേട്ടോ. പകലത്തെ വ്യൂവും രാത്രിയിലത്തെ വ്യൂവും അടിപൊളിയായിരിക്കും. പകൽ ഞങ്ങൾ കുറച്ച് മുന്നേ വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രാവശ്യം കയറിയില്ല എന്ന് മാത്രം. ഇപ്രാവശ്യം അപ്പോൾ രാത്രി കയറാമെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും രാത്രിയിലത്തെ വ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഇതാ കാണുന്ന മലമുകളിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടെ എത്തിയത്. ഇവിടെ കണ്ട വണ്ടി കയറാണ്ടിരിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഞങ്ങൾ പോകുന്നത് നേരെ ശിവയുടെ വീട്ടിലോട്ടാണ്. അവിടെ പോയിട്ട് ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാം. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. പിന്നെ ഇവിടെ നടക്കുന്നത് ഒരു ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമാണ് കേട്ടോ. അതായത് ശിവയുടെ ലക്ഷ്മിയുടെയാണ്. ശിവയുടെ ഇന്നാണെങ്കിൽ പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ലക്ഷ്മിയുടെ ബർത്ത്ഡേ. അപ്പോൾ അങ്ങനെയുള്ള ബർത്ത്ഡേ ഞങ്ങൾ ഈ 2 ദിവസവും കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേക്കിൻ്റെ മേലെ മെഴുകുതിരി കുത്തിവയ്ക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെഴുകുതിരി കുത്തിവയ്ക്കില്ല, അതോടൊപ്പം കത്തിക്കലും. കാരണം മെഴുകുതിരി ഭയങ്കര ചെറുതാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള മെഴുകുതിരിയാണ്. അപ്പോൾ അത് കുത്തിവെച്ച് കത്തിച്ചു റെഡിയാക്കി എടുത്ത് അവരെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. പിന്നെ ഉണ്ടായത് വെച്ചാൽ കേക്ക് കട്ട് ചെയ്യലാണ്. കേക്ക് കട്ട് ചെയ്യാനായിട്ട് മുമ്പ് നമ്മൾ നേരത്തെ കുത്തിവെച്ച മെഴുകുതിരി ഉണ്ടല്ലോ, അത് ആദ്യം പുറത്തെടുക്കണം, എന്നിട്ട് വേണം അത് കട്ട് ചെയ്യാൻ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യലും പരിപാടികളാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിയിലും പങ്കിക്കലും വീതിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണ പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഇന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഞങ്ങൾക്ക് ശിവയും ലക്ഷ്മിയും ഒരുക്കി തന്നിട്ടുള്ളത്. ആ പിള്ളേരെ ആദ്യം നിരന്നായിരുന്നു ഇരുന്നത്. അമ്മൂസ് വേണ്ട ഒരു കാര്യം. അങ്ങനെ എല്ലാവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും ഒന്ന് ആശ്വാസമായി കഴിഞ്ഞപ്പോൾ പിന്നെ അന്താക്ഷരി കളിക്കാണ് കേട്ടോ. കിളിമാനത്തിൽ എവിടെയാ കായ
പായ. ഇത്രയും സന്തോഷകരമായ നിമിഷങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ പോസ്റ്റ് ചെയ്യണേ. കാരണം ഈ വീഡിയോ അത്രയും കാലം എൻ്റെ ഫോണിൽ കുത്തിരിപ്പായിരുന്നു. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ സമയമായത്. ഇത് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്